ഇ.പി. ജയരാജൻ്റെ ആത്മകഥ കണ്ണൂർ CPM-ൽ വൻ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ഇ.പി. ജയരാജൻ്റെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം, അതായത് കട്ടൻ ചായയും പരിപ്പുവടയും എന്നായിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് നൽകിയിരുന്ന പേരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് വന്നിരിക്കുന്ന പേര് ഇതാണ് എൻ്റെ ജീവിതം എന്നാണ്. ഏതായാലും കേരള രാഷ്ട്രീയം അത്ര കണ്ട് പെട്ടെന്ന് മറക്കാൻ ഒന്നും സാധ്യതയില്ലാത്ത ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇന്നിപ്പോൾ കണ്ണൂർ പാർട്ടി ഘടകത്തിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജയരാജൻ LDF കൺവീനറായിരിക്കുന്ന സമയത്ത് ജയരാജൻ്റെ മകൻ ഇ.പി. ജയരാജൻ്റെ മകൻ വൈദേഹം റിസോർട്ട് എന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്നുള്ള പി ജയരാജൻ തന്നെ ഇ.പി. ജയരാജൻ LDF കൺവീനറായിരിക്കുന്ന അവസരത്തിലാണ് AK സെൻറ്ററിൽ കൂടിയ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇത്തരത്തിൽ ഇ.പി. ജയരാജൻ്റെ മകന് വൈദേഹം എന്ന റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൻ്റെ നടത്തിപ്പ് പാർട്ടിയുടെ ഒരു സൊസൈറ്റി നടത്തിക്കൊണ്ടു പോകുന്നതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ അതിന് കിട്ടുന്നു. എന്തിന് ഇങ്ങനെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് ഇത്ര കണ്ട് പരിഗണന നൽകണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ മകന് എതിരെയുള്ള അദ്ദേഹത്തിൻ്റെ മകൻ്റെ സ്ഥാപനത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ പരോക്ഷമായി അദ്ദേഹത്തിനെതിരെ തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആരോപണം വന്നതൊക്കെ നമ്മൾ പത്രത്താളുകൾ അന്ന് വാർത്തയിൽ വായിച്ചതാണ്. ഏതായാലും ആ വിഷയം സംസ്ഥാന ഘടകം ഉന്നയിക്കുമ്പോൾ പി ജയരാജൻ പറയുമ്പോൾ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ എന്തുകൊണ്ട് തനിക്ക് സംരക്ഷണം തന്നില്ല, അല്ലെങ്കിൽ മറ്റ് ആരും തന്നെ സംസ്ഥാന സമിതിയിൽ എനിക്ക് ആരും എന്നെ സംരക്ഷിച്ചില്ല എന്ന ഒരു വാചകം അദ്ദേഹം ഈ ആത്മകഥയിൽ പറയുന്നുണ്ട്. അത് വളരെയൊന്നും നാളുകളായിട്ടില്ല ആ സംഭവം ഉണ്ടായിട്ട്. ഏതായാലും പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ ചർച്ചയായ സാധാരണ CPM-ൻ്റെ AKG സെൻറ്ററിലെ സംസ്ഥാന കമ്മിറ്റിയിലെ കാര്യങ്ങൾ പോലും കഴിഞ്ഞ കുറേയധികം നാളുകൾ, ഒരു 10 കൊല്ലത്തിനപ്പുറം പത്രത്താളുകളിലോ TV വാർത്തയിലോ ഒന്നും തന്നെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. CPM-ൻ്റെ വാർത്തകൾ കിട്ടാൻ വളരെ പ്രയാസമാണ്. അത്രയും സോഴ്സ് ഉള്ളവർക്കേ വാർത്തകൾ ചാനലിലൂടെ പുറത്തു വന്നിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഏതാണ്ട് ചില വാർത്തകളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സംസാരിച്ച ഒരു കാര്യം എങ്ങനെ ഇങ്ങനെ ഒരു ആത്മകഥയിൽ ഇദ്ദേഹം എഴുതി, അത് പാർട്ടിക്ക് വലിയ അവമതിപ്പാണ് ഉണ്ടാകുന്നത്. പാർട്ടി അങ്ങനെ നാളിതുവരെ ഇങ്ങനെ പാർട്ടി കമ്മിറ്റിക്കകത്ത് നടന്ന ചർച്ചകൾ പുറത്തു പറഞ്ഞിട്ടില്ല. അത് ഇ.പി. എഴുതിയത് തെറ്റാണ് എന്നാണ് പറയുന്നത്. കാര്യം CPM-നെ സംബന്ധിച്ച് വളരെ അച്ചടക്കമുള്ള പാർട്ടി എന്ന രീതിയിൽ ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങൾ, പാർട്ടി വേദികളിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ സഖാക്കൾ, അതായത് അവരുടെ സഖാക്കൾ ഒരിക്കലും ഒരു പൊതുവേദിയിൽ പറയാറില്ല. അങ്ങനെ പാർട്ടി രഹസ്യങ്ങളൊക്കെ ഒരു ബുക്കിൽ ആത്മകഥയിൽ എഴുതുക എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് ഇ.പി.യുടെ ആ പുസ്തകത്തിനെ ചൂണ്ടിക്കൊണ്ട് മറ്റ് കണ്ണൂർ ഘടകത്തിലെ നേതാക്കൾ ഇപ്പോൾ പി ജയരാജനെതിരെയാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞത്. അത് MV ജയരാജൻ, അതുപോലെ തന്നെ MV ഗോവിന്ദൻ ഒക്കെ ഇതേപോലെ ഘടകത്തിൽ ഉണ്ടായിരുന്നിട്ട് അവരാരും തന്നെ, പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, ഈ പറയുന്ന രീതിയിൽ ഇ.പി.യുടെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്നലെ നടക്കുമ്പോൾ ഇ.പി.യുടെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ പി ജയരാജൻ പങ്കെടുത്തിട്ടില്ല, MV ജയരാജൻ പങ്കെടുത്തിട്ടില്ല, MV ഗോവിന്ദൻ പങ്കെടുത്തിട്ടില്ല. ഇവരൊക്കെ തന്നെ കണ്ണൂർ ഘടകത്തിലെ അറിയപ്പെടുന്ന നേതാക്കളാണ്. അപ്പോൾ ഇ.പി. ജയരാജനെതിരെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്താണെന്നറിയില്ല, അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കകത്ത് ഒരു കൂട്ടം പേർ തനിക്കെതിരെ ഇങ്ങനെ തന്നെ കുഴിയിൽ ചാടിക്കത്തക്ക രീതിയിൽ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കത്തക്ക രീതിയിൽ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് PP ദിവ്യയുടെ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള അപവാദ പാർട്ടിക്ക് വളരെ വൻ അവമതിപ്പുണ്ടാക്കിയ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്നത് മുതൽ പിന്നെ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ്റെ കുടുംബത്തിന് ഇതിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞത്, എന്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടായ കഥകളൊക്കെ തന്നെ കണ്ണൂർ അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ ഇലക്ഷൻ അത് പാർട്ടിയെ വല്ലാതെ ബാധിക്കും. സംസ്ഥാനത്ത് ആകെ CPM-ന് വൻ അവമതിപ്പായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ പാർട്ടി വല്ലാതെ കണ്ട് പേടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്, CPM-ന് ഇങ്ങനെ പാർട്ടിയുടെ പല നേതാക്കളും ഇനി ആത്മകഥ എഴുതാൻ പോയാൽ, പാർട്ടിയുടെ പല രഹസ്യങ്ങളും ഇതുപോലെ പുസ്തകമായാൽ, പിന്നെ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ഇത്തരത്തിൽ എടുത്ത രഹസ്യമായ പല തീരുമാനങ്ങളും
പുറം ലോകം അറിഞ്ഞാൽ അത് വൻ സ്ഫോടനമായിരിക്കും രാഷ്ട്രീയ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നൊരു ഭയം ഇപ്പോൾ CPM നേതാക്കൾക്കുണ്ട്. അതായത് EP ഇപ്പോൾ ഒരു ആത്മകഥ എഴുതി നാളെ ഇനി മറ്റാരെങ്കിലും കണ്ണൂർ ഘടകത്തിലെയോ അല്ലെങ്കിൽ പാർട്ടിയിലെ മറ്റാരെങ്കിലുമൊക്കെ ഇനി ആത്മകഥ എഴുതാൻ പോയാൽ ആത്മകഥയിൽ പരാമർശിക്കപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ ഇപ്പം പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇനി ആരെങ്കിലും എഴുതാൻ പോയാൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ നിരവധി പേർക്ക് പറയാൻ നിരവധി കാര്യങ്ങൾ CPMനെ സംബന്ധിച്ച് CPMന് കേരള രാഷ്ട്രീയത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അവർക്ക് പറയാനുണ്ടാവും. അങ്ങനെ പാർട്ടി രഹസ്യമായി എടുത്ത പല നീക്കങ്ങളും പാർട്ടിയുടെ പല രഹസ്യങ്ങളും ഇതുപോലെ ബുക്കായി വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന പേരുദോഷം വളരെ വലുതായിരിക്കും. അങ്ങനെ ഒരു പേടി ഇപ്പോൾ CPMന് ഈ ഒരു ആത്മകഥ വന്നതിന് ശേഷം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ഈ ആത്മകഥയിൽ BJP നേതാവ് ശോഭ സുരേന്ദ്രൻ തൻ്റെ മകനെ പാർട്ടി BJPയിലേക്ക് കൊണ്ടുപോകാൻ കിണഞ്ഞു ശ്രമിച്ചു എന്നും അതായത് തന്നെ കൂടി BJPയിലേക്ക് കൊണ്ടുപോകാൻ കിണഞ്ഞു ശ്രമിച്ചു എന്നൊക്കെയുള്ള സ്ഫോടനം, അതായത് കേരള രാഷ്ട്രീയത്തിൽ ഉഗ്രസ്ഫോടനം ഉണ്ടാകുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ആദ്യം അദ്ദേഹം ഇറക്കാൻ പോയ കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന ആ പുസ്തകത്തിൽ ഇതിനേക്കാളും കുറേയധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ എഡിറ്റ് ചെയ്ത് അതിൻ്റെ പ്രസാധക സംഘം തന്നെ മാറി ഇപ്പോൾ മറ്റൊരു പ്രസാധക സംഘമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ ആദ്യത്തെ പ്രസാധക സംഘത്തിനെതിരെ EP കേസ് കൊടുത്തു. പിന്നെ അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ശരിക്കും പറഞ്ഞാൽ ആദ്യം പ്രസിദ്ധീകരിക്കാനെന്ന കട്ടൻ ചായയും പരിപ്പ് വടയിലും ഇതിനേക്കാളും സ്ഫോടനാത്മകമായ നിരവധി കാര്യങ്ങൾ EP എഴുതിയിരുന്നു. അതിനേക്കാളും കുറച്ചുകൂടി എഡിറ്റഡായ ഒരു വെർഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എങ്കിൽ പോലും അതിലും കണ്ണൂർ CPMൽ വൻ സ്ഫോടനം, അതായത് 3 ജയരാജന്മാരും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും എന്തിന് പിണറായിയുടെ കൂടെ നിൽക്കുന്ന നിരവധി കണ്ണൂർ നേതാക്കൾക്കും വൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കുളത്തിൽ പോര് നടത്തത്തക്ക രീതിയിലുള്ള വൻ വാക്പയറ്റ് നടത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇനി തുടർന്ന് അങ്ങോട്ട് ഈ തദ്ദേശ ഇലക്ഷനിൽ കണ്ണൂർ CPMലും കേരളത്തിൽ CPMനും എന്തൊക്കെയാണ് ഇതിന്മേൽ പേരുദോഷം ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.